എടാ ഷെമീറെ, ദുൽഖർ കരുതി കൂട്ടി ഫൗൾ ചെയ്യുന്നുണ്ട്. ശരിയാ, ഞാനും കാണുന്നുണ്ടേ. അവൻ ചെയ്യുന്നത് ഫൗളല്ല, കരുതി കൂട്ടി കാലി ചവിട്ടുക. ഇന്നലെ രാത്രി കാലിന്റെ വേദന കൊണ്ട് ഉറങ്ങിയിട്ടേ ഇല്ല. അതുകൊണ്ട് നാളെ തൊട്ട് ഞാനില്ല. അമലേ, നീ വരണം. നീ കടുത്ത തീരുമാനം എടുക്കല്ലേ. ദുൽഖർ നീയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. ഈ എന്ന് പറഞ്ഞില്ലേ എൻ്റെ ചേച്ചിയായിട്ട് എന്തോ ഉടക്കിലാണെന്ന്. ആ, അത് ശരിയാ. ചേച്ചി അവന് ചീത്ത പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് പ്രശ്നം. അതവൻ നിന്നോട് പക തീർക്കാണ്. എന്നാ പോവാം. നിക്കടാ ഇവിടെ. ദുൽഖറെ നിക്ക്. ഇതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അതൊന്നും വേണ്ട ഷെമീറെ. എൻ്റെ പെങ്ങളല്ലേ നിന്റെ അനുചേച്ചി. അവനെ നിനക്കറിയില്ല ഷെമീറെ. നിന്നേക്കാൾ കൂടുതൽ എനിക്കറിയാം. ഓന് സ്കൂളിൽ ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ട്. എന്ത് ബിസിനസ്? അവന് കഞ്ചാവ്, MDMA പോലുള്ള അല്ലറ ചില്ലറ പരിപാടി ഉണ്ട്. അവൻ അന്വേഷിച്ച സ്കൂളിൽ പലരും വരാറുണ്ട്. അത് എഴുമാച്ചിനോട് പറഞ്ഞാൽ പോരെ? അമ്മലിനെ പുറകെ നിന്ന് തള്ളിയത് നീ കണ്ടതല്ലേ. അതുപോലെ അവൻ ഹെഡ്മാഷിനെ തല്ലി മാറ്റിയാലോ? ശരിയാ, അതൊക്കെ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളാ. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. പണി ഞാൻ കണ്ടിട്ടുണ്ട്. ദുൽഖറിനെ നമുക്ക് നേരെയാക്കിയെടുക്കണം. പുറത്തുനിന്ന് സ്കൂൾ കോമ്പൗണ്ടിലേക്ക് വരുന്ന അപരിചിതരായ കുറച്ച് പേരുണ്ട്. ആദ്യം അവരെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കണം. നമുക്ക് മൂന്നേർക്കും എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും കഴിയില്ല. അതിനൊക്കെ ഒരു വഴി ഉണ്ടാക്കിയില്ലേ. ഇതൊരു ചങ്ങലയാണ്. നമ്മളെ സ്കൂളിൽ ലീഡർ ഉണ്ടല്ലോ, അവനെ നമുക്ക് കൂട്ടുപിടിക്കാം. പിന്നെ അമലിൻ്റെ അച്ഛനുണ്ടല്ലോ, എച്ച് മിലിറ്ററി, മൂപ്പരും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. പോലീസ് പിടിച്ച അവൻ പിന്നെ പുറംലോകം കാണില്ല. എങ്ങനെയാലും ഇവനെ പിന്തിരിപ്പിക്കണം. അഖിലേ, ഞങ്ങൾ അടുത്ത ആഴ്ച തുഷാരഗിരി പോകുന്നുണ്ട്. ഈ വരുന്നോ? എടാ, ഓൻ പറഞ്ഞ കേട്ടില്ലേ? കേട്ടടാ. നമുക്കും പോണ്ടേ? എത്ര കാലമായി നമ്മൾ പറഞ്ഞു നടക്കുന്നു. ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണം. ഓക്കെ, എന്നാ പോണേ? ഒഴിവുള്ള ദിവസം വേണം പോവാൻ. ഒഴിവില്ലാത്ത ദിവസം പറ്റില്ലല്ലോ. തമാശ വിട്. ഞായറാഴ്ച ആക്കിയാലോ? ഞായറാഴ്ച പറ്റില്ല, അന്ന് മാമൻ്റെ ഉള്ളിൽ സൽക്കാരാ. അല്ല, മറ്റന്നാൾ അമ്പലത്തിലെ ഉത്സവമല്ലേ, അന്നാക്കിയാലോ? അല്ലട ചങ്ങായിമാരെ, ഇങ്ങൊക്കെ രണ്ടാൾക്ക് അമ്പലത്തിലെ ഉത്സവത്തിനൊന്നും പോണ്ട. അത് അടുത്ത കൊല്ലം പോവാലോ. അപ്പം മറ്റന്നാൾ എങ്ങനെ പോകും ഷെമീറെ? ശരിയാ, എങ്ങനെ പോകും? അമൽ വിചാരിച്ച പരിപാടി ഈസിയായി നടക്കും. അല്ലാണ്ട് മറ്റു വഴികളൊന്നുമില്ല. ഞാനോ? എങ്ങനെ? ഞാൻ പറഞ്ഞുതരാം, വാ. എൻ്റെ വീട്ടിൽ ആ പൊതിഞ്ഞ് വെച്ച ബൈക്കില്ലേ, അത് നമ്മൾ എടുക്കും. അത് പറ്റില്ല, എനിക്ക് വരെ തൊടാൻ പേടി ആ ബൈക്ക്. 2 ദിവസം മുമ്പ് അമ്മാവൻ പ്ലാസ്റ്റിക് കവർ വെച്ച് മൂടിയതാ അത്. എന്നാ പിന്നെ പോക്ക് നിർത്താം. അഥവാ എടുക്കുകയാണെങ്കിൽ ആരെയും കണ്ടാൽ? അച്ഛനും അമ്മയും ചേച്ചിയും അറിഞ്ഞാലോ? എന്തു ചെയ്യും? അതിനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരു തീപ്പെട്ടിയും 2 ഒലപ്പടക്കും കയ്യിൽ കരുതിയാൽ മതി. എന്നിട്ട് അടുത്തത്? അമലിൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും അമ്പലത്തിൽ പോണ സമയത്ത് അമൽ വീടിൻ്റെ ബാക്കിൽ നിൽക്കണം. ഞാൻ ബൈക്കിൻ്റെ അടുത്തേക്ക് പോകുന്നു. വീടിന് മുമ്പിലുള്ള മെയിൻ റോഡിൻ്റെ ഓപ്പോസിറ്റിലാണല്ലോ അമ്പലത്തിൻ്റെ റോഡ്. ആ കോർണറിൽ അഖിൽ പടക്കും തീപ്പെട്ടിയായിട്ട് നിൽക്കണം. അതെന്തിനാ ഷെമീറെ? അമലിൻ്റെ ആരെങ്കിലും വരുന്ന കണ്ട ഉടനെ പടക്കണ്ട് പൊട്ടിച്ചാകാം. ഇത് ഞങ്ങൾക്കുള്ള സിഗ്നലാണ്. ഈ ഒച്ച കേട്ട ഉടനെ തന്നെ ഞങ്ങൾ ബൈക്കെടുക്കാതെ തിരിച്ചു പോരും. ആരും വന്നില്ല, പടക്കം പൊട്ടിച്ചിട്ടുമില്ല. ബൈക്കെടുത്ത് നമ്മൾ 3 ആളും കക്കാടംപൊയിൽ, കോയിപ്പാറ, തുഷാരഗിരി. ഓക്കെ? ഓക്കെ. ഡബിൾ ഓക്കെ. അപ്പം മറ്റന്നാൾ അമലിൻ്റെ വീട് മുമ്പ് വെച്ച്. ആ, ഞാൻ അങ്ങോട്ട് വിളിക്കട്ടോ. അച്ഛനെന്താ ഈ വഴിക്ക്? ആ, ഞാൻ അമ്പലത്തിൽ പോയതിന്. ഓ, മറ്റന്നാൾ ഉത്സവല്ലേ. ആ പോരുന്ന വഴിക്ക് വന്നാ ഈ കളി കഴിഞ്ഞു വരാ അല്ലേ? ആ, കളി കഴിഞ്ഞ് വരാ. വേർത്തുണ്ടല്ലോ. നടക്ക്. ഏതായാലും ഉത്സവത്തിന് മുന്നേ ഓനിങ്ങ് എത്തിയല്ലോ. ആ ഉത്സവത്തിന് മുമ്പ് പലതേട്ടാ മനോജ് വരുന്നുണ്ട്.
രണ്ടാളെത്തിയിട്ട് കുറേ നേരമായോ? ഇപ്പം എത്തിയിട്ടുള്ളൂ. ആ അത് ശരി. ലീവ് തോന്നുന്നുണ്ടോ മനോജ്? ഞാൻ ഇന്നലെ എത്തിയിട്ടുള്ളൂ വിലയേതേട്ടാ. ശരിക്കൊന്ന് ശ്വാസം വിട്ടോട്ടെ. സുഖം ഒന്ന് 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 ഒന്നിട്ടില്ലേ? ഈറ്റാലി വലിച്ചിട്ട് കുറേ ആയി. അത് ഈ കൊണ്ടാ. ഇതുപോലുള്ള ഒരു സ്പ്രേ ഉണ്ടല്ലോ മനോജ്. ആ അതുണ്ട്. ഓട്ടുമ്മൽ ബഷീർ ഒന്ന് പോലെ കഴിയുന്നുണ്ട്. അതിന് നല്ല മണ. വിലയേട്ടാ എന്താ എന്താ സുഖോ? അതൊക്കെ കയ്യിലുണ്ടേ. അതില്ലാതെ ഞാൻ വരുമോ? നമുക്കിന്ന് രാത്രി ഒന്ന് കൂടാ. കൂടണം. അമ്പലത്തിലെ ഉത്സവം നാളെയാണ്, അറിയൂലേ? അതെന്ത് ചോദ്യ വിലയേതേട്ടാ? അത് കണക്കാക്കിയാൽ എല്ലാ വർഷവും ഞാൻ വരുന്നത്. അതെനിക്കറിയില്ലേ. എന്നാ പിന്നെ നമുക്ക് പോവാം. അനഫി മുഷ്കിൽ കസീർ കൊല്ലും മുഷ്കിൽ. അവിടെ എല്ലാ കാര്യങ്ങളും കഫീൽ എന്നെ ഏൽപ്പിച്ചാൽ പോയത്. ഈ ഫിലിപ്പീൻസികളും ബംഗാളികളും ഒക്കെ പാടാകെ തുഫനാക്കി. എന്താ ചെയ്യുക, ഗൾഫുകാരനായി. നമ്മളെ കോയാക്കാണല്ലോ തരുന്നത്. മനോജ് ഈ അറിയോ? ഞാൻ അറിയില്ല, ഞാൻ കണ്ടിട്ട് പോലുമില്ല മൂപ്പരെ. ചിലപ്പോൾ എന്നെ കാണാനായിരിക്കും വരവ്. ആള് പാവ. സാരല്ല, വന്നോട്ടെ. ആര് ദുബായിൽ നിന്ന് വന്നാലും മൂപ്പരാടെത്തും. അതാണ് കോയാക്ക. ആ വേല ഇതാ, നിങ്ങളെ രണ്ടാളി ആചാരം തിരഞ്ഞെടുക്കും. നിങ്ങളിന്ന് ആചാരോട് പണിക്കരാന്ന് പറഞ്ഞ് തൊള്ളിയും കാട്ടി നടക്കുക. അതിന് ആചാരോട് ഞങ്ങൾ പൈസ ഒന്നും വാങ്ങിയില്ലല്ലോ. അതൊന്നും എനിക്കറിയില്ല വേല ഇതാ. അല്ല, നിങ്ങളിപ്പോ എങ്ങോട്ടാ തിരക്കിട്ട് പോണത്? നമ്മുടെ ഗോവിന്ദന്റെ ചക്കൻ ഇന്നലെ രാത്രി ദുബായിന്ന് വന്നെന്ന് അറിഞ്ഞു. ഓന്റെ അടുത്ത് വരെ ഒന്ന് പോണം. അതിന് ഓനങ്ങൾ അറിയോ? എന്താ ജി പറയണത്? ഇതാ അങ്ങോട്ട് നോക്കിയാ, എന്റെ ഈ കൈ കടന്ന ഓൻ വളർന്ന്. പിന്നെ ഓനെ ഞാൻ അറിയില്ലേ? ഈ ഇരിക്കണ്ട, ഓൻ അന്നി അറിയില്ല. എന്നാലേ പെട്ടെന്ന് വിട്ടോളി, ഓൻ എങ്ങോട്ടെങ്കിലും പോവും. എന്നാ ശരി, ഞാൻ വേഗം പോട്ടെ. അന്നേ തെരഞ്ഞാ ഓമ്പോണ്. പിന്നെ എന്താ സംശയം? അല്ല, പെട്രോൾ കുഴിച്ചെടുക്കലാണോ? ആ ചിലപ്പോ അങ്ങനൊക്കെ അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, അവിടെ വിടാവുന്ന ഇങ്ങനെ മുക്കിയെടുക്കലാണ്. അറബീൻ്റെ ഒരു കാര്യങ്ങളെ അല്ലേ? സുഖു താ വരണേ മറ്റൊരു ആ ആ. മനോജിന് ആളെ മനസ്സിലായോ? അത് നമ്മളെ കൊയിലേറ്റക്കാരൻ ബാബു അല്ലേ? പടച്ച തമ്പുരാനെ. എന്തേ മനോജേ? ബാബു ഒരു ചെറിയ സ്പ്രേ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ പറ്റ മറന്നു. ഇനി എന്താപ്പ ചെയ്യ പഠിച്ചോനെ? എന്തെങ്കിലും കാര്യം പറഞ്ഞാ ഇനി മാറി. അതൻ. ഒരു മനുഷ്യനുള്ള ഒരു വാക്ക് പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞു ചെയ്യാൻ പറ്റുമോ? സുഖം തന്നെയല്ലേ? ഓ പരമസുഖം. ഇപ്രാവശ്യം സാമ്പാറും ചോറും കുട്ടി ഉണ്ണാൻ പറ്റുമോ? ഞമ്മക്ക് ഉണ്ണാന്നേ, ഹോട്ടലിന്നേ. അതിപ്പോ ഹോട്ടലിന് കഴിച്ചാലും പോരെ ബാബു. അതല്ല സുഖു, ഇപ്രാവശ്യം കല്യാണം ഉണ്ടാവുമോന്നാണ് ബാബുവിന്റെ ചോദ്യം. അത് നമുക്ക് അടുത്ത വരവിന് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞ സ്പ്രേ കൊണ്ടുവന്നല്ലോ. ആ ബാബു, ഇത് തന്നെ അത് ബാബു, ഇത് തന്നെ ഞാൻ വിചാരിച്ച സ്പ്രേ. ബാബു സ്പ്രേ അല്ല. ഒന്നും പറയണ്ട, ഞാൻ വിചാരിച്ച സാധന മുല്ലപ്പൂ തന്നെ അല്ലേ? ബാബു അത് ലേറ്ററാ. ഇന്നെ പറ്റിക്കണ്ട. എന്താണ് കയ്യൊക്കെ ഗൾഫാരനായത്? ഏതായാലും ബാബുവിന്റെ തൊക്കിലെ മാറാമ്പലം ഒന്ന് കഴിഞ്ഞല്ലോ, നന്നായി. എന്നാ പിന്നെ രാത്രി കാണാം. എന്നാ പറഞ്ഞ പോലെ ഇന്ന് രാത്രി വീട്ടിൽ വെച്ച് അവനൊക്കെ ശരി. പോട്ടെ. ഇവർക്കെന്താ ഇവിടെ പരിപാടി? ഓന്റെ കാര്യം പറയാണ്ടിരിക്കാണ്. ഓ, പിന്നെ ഇപ്പൊ ഓൻ ഏതായാലും വരൂന്ന് പറഞ്ഞാലേ അത് ഉറപ്പല്ലേ? ഓൻ വരാണ്ടിരിക്കൂല. എന്താ ചെയ്യാ ചെങ്ങായിമാര്? ഇന്നത്തെ പരിപാടി നടക്കൂലേ? നമുക്ക് കുറച്ചേരം കാത്തിരിക്കാം. വിലയേട്ടാ, മറ്റോ വരുന്നുണ്ട്. കൂടെ ആ വാലും ഉണ്ട്, ആ രാമൻകുട്ടി. അതിന് രാമൻകുട്ടി കുടിക്കൂലല്ലോ. ഓനിപ്പോ എന്തിനു കൂടിയതാ? ഓൻ ഇന്നലെ തന്നെ ബാക്കി അന്വേഷിച്ച് വരിക. അതാണ് കാര്യം. അല്ല, നിങ്ങളെന്താ അമ്പലത്തിലൊന്നും പോകാതെ ഇവിടെ കുത്തിരിക്കുന്നേ? ഞങ്ങള് മനോജിനെ കാത്തിക്കുക. പറഞ്ഞ പോലെ ഗൾഫാറിന് എത്തിയില്ലല്ലോ. ആ അതൊക്കെ പോട്ടെ, ഇന്നലത്തെ ബാക്കി സാധനം എവിടെ?
അത് ഇന്നലെ തന്നെ തീർന്നു. മനോജ് പറഞ്ഞല്ലോ ബാക്കി ഉണ്ടാവുന്നു സാധനയുടെ അത് പറയും. മനോജിന്റെ വിറക് പുരന്റെ പുറകിലുണ്ട് ഒരു കല്ലുകൊണ്ട് അടച്ചു വെച്ചിട്ട്. പോയെടുത്തോ. ആ ശരി വാ. പിന്നെ അത് മുഴുവൻ തീർക്ക കേട്ടോ, കുറച്ചവിടെ വെച്ചോ. അതെന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ രാമൻകുട്ടിനെയും കൂടി വെടുക്കാക്കരുത്, ഓന് ബുദ്ധിക്ക് സ്ഥിരമില്ലാത്തവരാ. നിങ്ങളെ പണി നോക്കിയില്ലേ? കൊക്ക എത്ര കൊളം കണ്ടതാ, കൊളം എത്ര കൊക്കിനെ കണ്ടതാ. നമ്മളോടാ കളി. നമ്മൾ കഴിച്ചതിന് ശേഷം അതിൽ ബാക്കിയില്ലല്ലോ സുഖു. കഷ്ടിച്ചൊരു പെഗ് കാണുമല്ലേ ചേട്ടാ. നാസനൊരു പെഗ് ഏടെ എത്തൂലല്ലോ. അതിന്റെ ഡബിള് വെള്ളം അതിൽ ഒഴിച്ചിട്ടുണ്ട്. എന്റെ പടച്ചോറേ കഷ്ടം. സുഖു, രാമൻകുട്ടി വരുന്നുണ്ട്. എങ്ങനെയുണ്ട് രാമുട്ടിയേട്ടാ? നല്ല കിക്ക. എത്ര കഴിച്ചിങ്ങള്? 2 പ്ലഗ്. ഓന്റെ ദൈവേ, 2 പെഗോ? എന്നാലേ സുഖോ, ദാസം വരുന്നുണ്ട്. വിട്ടോ വിട്ടോ. ചെങ്ങായി സൂയിപ്പാക്കോ. എന്നാ വിട്ട വണ്ടി. എന്നോട് ഈ ചതി വേടിയില്ല. പാച്ചള വെച്ചിട്ട് മനുഷ്യനെ പറ്റിച്ച് പന്നികള്. നിങ്ങളോടൊക്കെ പാടച്ചോൻ ചോദിക്കും. അഖിലേ, ഇപ്പം ആരുമില്ല, നല്ല സമയ. വാ പോവാ. ഈ ആ മതിലിൻ്റെ അവിടെ നിൽക്കുക പടക്കുമായിട്ട്. ഞാൻ ഇതിലൂടെ അമ്മൻ്റെ പേരേക്കും പോവും. ഈ എന്നെ അറിയില്ല, ഞാൻ എന്നെ അറിയില്ല. എന്നാ പോവല്ലേ.